എല്ലാവർക്കും വിഷ്ണുസ് വാലിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ഇതുപോലത്തെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടാക്കിയെടുക്കും, ഒരു മിനി ഡ്രില്ലർ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ, ഒരു PVC പൈപ്പ് വേണം, പിന്നെ അതിന് ഒരു എൻ ക്യാപ്പ് വേണം, പിന്നെ നമുക്കിത് ഈ ഡ്രില്ലിംഗ് മെഷീൻ്റെ ഈ ബിറ്റൊക്കെ ഇടാനുള്ള ഒരു സാധനമാണ്. ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. പിന്നെ ഒരു 12 വോൾട്ട് മോട്ടറും വേണം. പിന്നെ നമ്മളൊരു സ്വിച്ച് ഉണ്ട്. ഇത് നമ്മൾ പുഷ് ബട്ടൺ സ്വിച്ചാണ് എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് സാധാ എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യാനൊരു വയറ്, പിന്നെ ഒരു ഫീമെയിൽ പോർട്ട്, പിന്നെ ഒരു 12 വോൾട്ട് അഡാപ്റ്ററും വേണം. അപ്പോൾ നമുക്ക് ഇനി ഈ പൈപ്പിൽ നിന്ന് നമുക്കൊരു ചെറിയ പീസ് മുറിച്ചെടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഒരു അത്യാവശ്യം അളവിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ 12 വോൾട്ട് മോട്ടർ എടുക്കണം. നമ്മളിതിപ്പോൾ 1.25 ഇഞ്ച് PVC പൈപ്പ് എടുത്തേക്കുന്നത്, ആ അളവിലുള്ള മോട്ടറാണ്. അപ്പോൾ ഇതുണ്ട്, ചെറിയൊരു ടൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചൂടാക്കി എടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ സ്വിച്ച് വെക്കാൻ ഇവിടെ ഒരു തുളയും, പിന്നെ നമ്മുടെ ഫീമെയിൽ പോർട്ട് കണക്ട് ചെയ്യാൻ നമ്മുടെ എൻ ക്യാപ്പിൽ ഒരു ഹോൾ ഇടണം. അത് ചെയ്തിട്ട് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ PVCയിൽ നമ്മൾ മോട്ടറിനുള്ളത് അത്യാവശ്യം ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുഷ് ബട്ടൺ വെക്കാനുള്ള സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഈ നട്ട് ലൂസാക്കിയപ്പോൾ ഈ സാധനം കൂടി കിട്ടും. അങ്ങനെ നമ്മൾ അകത്തോടെ കയറ്റി നട്ടിട്ട് ടൈറ്റ് ചെയ്യുവാണ്. പിന്നെ നമ്മുടെ എൻ ക്യാപ്പ് നമ്മുടെ പോർട്ട് കണക്ട് ചെയ്യാനുള്ള തുളയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് വലിയ പാടൊന്നുമില്ല, ജസ്റ്റ് സോൾഡർ ചെയ്യണം. ഈ വയറെല്ലാം വെച്ച് സോൾഡർ ചെയ്യാം. പക്ഷേ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പോർട്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആ ഡ്രില്ലിംഗ് മെഷീൻ്റെ ആ ബിറ്റ് ഇടുന്ന ആ സാധനം സെറ്റ് ചെയ്യാം. നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് മോട്ടറിലേക്ക് കണക്ട് ചെയ്യേണ്ട സാധനം. പിന്നെ ഇതിൻ്റെ അകത്താണ് നമുക്ക് ഓരോ അളവിലുള്ള ബിറ്റ്. നമുക്ക് 5 mm പോയിന്റ് തൊട്ട് നമുക്ക് 5 mm ബിറ്റ് വരെ ഇടാം. ഇനി നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണാം. ഇത് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ആദ്യം ഇതൊക്കെ ഇട്ടു. അതിൻ്റെ കൂടെ ചെറിയൊരു എല്ലങ്കി കിട്ടും. അത് നേരെ വെച്ചത് ഈ ചെറിയൊരു തുളയിലേക്ക് വെച്ച് ടൈറ്റ് ചെയ്താൽ മതി. അത് ടൈറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു തുള കാണും, അത് ഇവിടെയും വെച്ചങ്ങ് ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കുറച്ച് വലിയ ബിറ്റാണ് ഇടുന്നത്, അപ്പോൾ നമുക്ക് ഇതിടാം. അല്ലെങ്കിൽ ഇത് കണ്ടോ, പല അളവുള്ളതുണ്ട്. നമുക്കിപ്പോൾ ഇതിടാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിടാം. നമുക്ക് ഏത് വേണേലും ഇടാം. ഇപ്പം ഇതാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള ബിറ്റ് നമ്മൾ ഇടുവാണ്. നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത് 2 mm ആണെന്ന് തോന്നുന്നു. ഇതിട്ടിട്ട് ഇതിൻ്റെ കൂടുതലുള്ള സാധനം ഇതാണ് ഇതിൻ്റെ മേളിൽ വരുന്നത്. ഇതിട്ട് നമ്മൾ നേരെ ടൈറ്റ് ചെയ്യുക. ഇനി നമുക്കിത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. സോ നമ്മൾ ഈ ഡ്രില്ലിംഗ് മെഷീനിൽ ഒരു അക്രലിക്കിൻ്റെ ഷീറ്റ് കളിക്കും. ഇതിൻ്റെ ഒരു ചെറിയ പീസാണ്. ഇത് തുളച്ച് നോക്കാം. സുഖമായിട്ട് നമുക്ക് തുളയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത പീസ് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. ഇത് വളരെ നമുക്ക് നിസ്സാര ചിലവ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം.